ഈ നിയമസഭയിലെ ചർച്ചകളും അതുപോലെ തന്നെ അവിടുത്തെ പ്രസംഗങ്ങളും ഒക്കെ കേൾക്കുമ്പോൾ നമുക്ക് വലിയ സഹാനുഭൂതിയാണ് ഈ CPM-ൻ്റെ ആ ബെഞ്ചിനോട്, പ്രതിപക്ഷ ബെഞ്ചിനോട്. പലപ്പോഴും ഉത്തരം മുട്ടിയിരിക്കുകയാണ്. മാത്രമല്ല എന്തെങ്കിലും ഒന്ന് ചോദിച്ചു അടിച്ച് നിരപ്പാക്കുന്ന ഉത്തരവാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് കിട്ടുന്നത്. അത് അവിടെ ഇരിക്കുന്ന മന്ത്രിമാരാണെങ്കിലും MLA-മാരാണെങ്കിലും മുഖ്യമന്ത്രി ആണെങ്കിലും എല്ലാം തന്നെ ഒരു രക്ഷയില്ലാത്ത രീതിയിലുള്ള അടിയാണ് അടിക്കുന്നത്. എന്താ പരിഹാസം എന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ, ഇവരെ തൊല്ലി ഉരിച്ചിട്ട് ഈ ഉപ്പും മുളകും തേക്കുന്ന പോലുള്ള പരിഹാസമാണ് കൊടുക്കുക. അതിപ്പം ആരെണീറ്റു എന്ന് പറഞ്ഞാലും അതിനകത്തൊരു പരിഹാസമുണ്ട്. അതിനകത്ത് ഒട്ടും സംസാരിക്കാൻ അറിയാത്തവർ പോലും ഈ പ്രതിപക്ഷത്തെ വരഞ്ഞ് ഉപ്പും മുളകും തേച്ച് അവിടുന്ന് ഇങ്ങോട്ട് ഏറ്റവും കൂടുതൽ കിട്ടുന്നത് പിണറായി വിജയൻ അവിടെ മാത്രമല്ല കിട്ടും. അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പിണറായി വിജയൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് അടിയിലും ഇത് തന്നെയാണ് അവസ്ഥ. പിണറായി വിജയൻ്റെ അതുപോലത്തെ ആ നേതാക്കന്മാരൊക്കെ തന്നെ എന്തെങ്കിലും ഫേസ്ബുക്കിൽ ഇട്ട് പോയാൽ താഴത്തെ കമൻറ്റ് കണ്ട് നമ്മൾ ഞെട്ടിപ്പോൾ. ആയിരക്കണക്കിന് കമൻറ്റാണ് വരുന്നത്. സഭാ TV-യിൽ നിന്നുള്ള ഈ മുഹമ്മദ് റിയാസിൻ്റെയും പിണറായി വിജയൻ്റെയും ബാലഗോപാലിൻ്റെയും ഒക്കെ ഈ പ്രസംഗങ്ങൾ കട്ട് ചെയ്തിട്ട് കയറ്റി വയ്ക്കും. ഇത് കയറ്റി ആരെങ്കിലുമൊക്കെ എടുത്തിടും. അതിനടിയിൽ ഭയങ്കര റീച്ചായതിന്. അതിനടിയിൽ എന്തിനാണ് ഈ റീച്ച് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവരെ തെറി പറയാൻ വരുന്നവരാകും. ഏതായാലും സഭാ TV കൊണ്ടുവന്നത് സ്വന്തം പാർട്ടിക്കാരെ നിയോഗിക്കാൻ വേണ്ടി പിണറായി സർക്കാരാണെങ്കിലും ഇപ്പോൾ അതിൻ്റെ ഗുണഫലം ലഭിച്ചിരിക്കുന്നത് UDF സർക്കാരിനാണ്. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? റീച്ചായി പോയാൽ അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ഇപ്പോൾ വി പി സജീന്ദ്രനെ കഴിഞ്ഞ UDF ഭരണകാലത്ത് എത്ര പേർക്ക് അറിയാമായിരുന്നു? പക്ഷേ ഇപ്പോൾ VP സജീന്ദ്രനാണ് ഇവിടുത്തെ ഹീറോ. കാരണം ഏത് ദിവസം എല്ലാവരും ഇപ്പോൾ VP സജീന്ദ്രൻ എപ്പോൾ പ്രസംഗിക്കും എന്നറിയാൻ വേണ്ടി ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. അദ്ദേഹം വന്ന് നിൽക്കുന്ന സബ്ജക്റ്റ് എന്തെങ്കിലും ആയിക്കോട്ടെ, ഇവരുടെ നെഞ്ചത്ത് കയറുക എന്നുള്ളത് മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഹോബി. ശരിക്കും അടിച്ചു കൊടുക്കുകയാണ്. ഇപ്പം ഇന്നലെ ഇതുപോലൊരു സംഭവം നടന്നു. ഇന്നലെ ഫിഷറീസ് മന്ത്രി അബ്ദുൽ ഗഫൂർ പുതുമുഖമാണ്. ഇബ്രാഹിം കുഞ്ഞിന്റെ മകൻ കളമശ്ശേരിയിൽ നിന്ന് ജയിച്ച ആൾ. അതെ, അബ്ദുൽ ഗഫൂർ വളരെ ശാന്തനും വളരെ മിതഭാഷിയും ഒക്കെ ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹം ഇന്നലെ എന്തോ കാര്യങ്ങൾ വിശദീകരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് സഹായവുമായിട്ട് ഷിബു ബേബി ജോൺ എണീറ്റു. എണീറ്റ് പ്രസംഗിച്ചതിന് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളിൽ പറഞ്ഞു കൊടുത്തതിന് പിന്നാലെ അദ്ദേഹത്തിൻ്റെ പ്രസംഗം തുറന്നു. അത് കഴിഞ്ഞപ്പോൾ പിണറായി വിജയൻ എണീറ്റിട്ട് ഈ മന്ത്രിക്ക് കഴിവില്ലാത്തതുകൊണ്ടാണോ വേറൊരു മന്ത്രി കയറി ഇടപെട്ടതെന്ന് കരുതിയാൽ സംശയിക്കേണ്ടതില്ല എന്നൊക്കെയുള്ള രീതി ഒരുമാതിരി സോപ്പിട്ട് വഴുതി പോകുന്ന പോലൊരു ഒരു പ്രസംഗം നടത്തി. അപ്പോൾ അതൊക്കെ ഷിബു ബേബിയോൺ അങ്ങോട്ട് എണീറ്റ് നിന്നു. എണീറ്റ് നിന്നിട്ട് പറഞ്ഞു, നിങ്ങൾ 2022 മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ഈ മുഖ്യമന്ത്രി പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പം അദ്ദേഹത്തിന് വേണ്ടി അദ്ദേഹത്തെ തിരുത്താനോ വിശദീകരിക്കാൻ വേണ്ടി വനം മന്ത്രി AK ശശീന്ദ്രൻ എണീറ്റ് എന്ന് പറഞ്ഞതിൻ്റെ രേഖ അദ്ദേഹം വായിച്ചു. അല്ല, പൂച്ചക്കുട്ടി വിഷയമല്ലോ ആയിരുന്നു എന്ന് പറഞ്ഞത്. എന്താണ് അദ്ദേഹം വിശദീകരിച്ചത്? പിണറായിയെ തിരുത്തിക്കൊണ്ട് സംസാരിക്കാന്ന് പറഞ്ഞാൽ അപ്പം പിണറായിയുടെ സംസാരത്തിൽ കയറി ഇടപെട്ടു. അത് അന്നത്തെ മുഖ്യമന്ത്രിക്കുള്ള കഴിവുകേട് കൊണ്ടായിരുന്നോ എന്നൊരു ചോദ്യം തിരിച്ചു ചോദിച്ചേച്ച് പുള്ളി അവിടെ ഇരുന്നു. അതായത് അണ്ണാക്കിൽ കൊടുക്കുക എന്നൊക്കെ നമ്മൾ നാടൻ ഭാഷയിൽ പറയും. അത് തന്നെ. പിന്നെ അപ്പോഴത്തേക്ക് പിണറായി മുഖം എല്ലാം കൂടെ അങ്ങോട്ട് കറുത്ത് മുഷ്ടി ചുരുട്ടുന്ന നാടി ഞരമ്പ് വലിഞ്ഞു മുറുകണ് എന്ന് പറയുന്ന പാട്ട് പോലെ അദ്ദേഹം ഇങ്ങനെ നിൽക്കുകയാണ്. ഒരു കാര്യവുമില്ല, വല്ല ഒരു കാര്യമുണ്ടോ? അത് ഫിഷറീസ് മന്ത്രി ഒരു കാര്യം പറഞ്ഞു. അപ്പം ഈ ആ വകുപ്പിനെക്കുറിച്ച് കൂടുതൽ അറിയാവുന്ന ആളും പിന്നെ അദ്ദേഹത്തിൻ്റെ അച്ഛനും ഞങ്ങളും ഒന്നിച്ച് മന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന ആളും എന്നുള്ള നിലയിലാണ് ഞാനിത് പറഞ്ഞതെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഷിബു ബേബി പറഞ്ഞത് മാത്രമല്ല, ഷിബു ബേബിനെ സംബന്ധിച്ച് ഈ വിഷയം, ഈ മേഖല അദ്ദേഹം വലിയൊരു ഫിഷറീസ് മേഖല വലിയൊരു വ്യവസായി കൂടിയാണെന്നുള്ള ഓർക്കുക. ഒരുപക്ഷെ മന്ത്രിക്ക് അറിയാവുന്ന മന്ത്രി തുടക്കക്കാരനും കൂടിയാണ്. ഒരു മേഖലയിൽ ആ സ്വന്തമായി ബിസിനസ്സുള്ള ഒരാളിന് കാര്യങ്ങൾ കുറച്ച് ആധികാരിയെ പറയാൻ പറ്റും. അതോട് കളിയാക്കേണ്ട കാര്യമൊന്നുമില്ല. അറിയാൻ പാടില്ലാത്തതുകൊണ്ടല്ലല്ലോ. മന്ത്രി ഒന്ന് സഹായിക്കുക മാത്രമാണ്. നേരത്തെ നമ്മുടെ PK ജയലക്ഷ്മി അതുപോലെ അനൂപ് ജേക്കബൊക്കെ മന്ത്രിമാരെ വരുമ്പോൾ തുടക്കക്കാരാണ്, അവർ ആദ്യമായിട്ട് വന്നവരാണ്. പലപ്പോഴും ഉമ്മൻചാണ്ടി നിയമസഭയിൽ അവരെ സഹായിക്കുന്ന നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അവർക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻ വരുമ്പോൾ ഉമ്മൻചാണ്ടി പെട്ടെന്ന് എന്താണ് സംഭവിച്ചതെന്നുള്ളത് പറയാറുണ്ട്. അത് ഒരു പരസ്പര സഹായമാണ്. ഇത് പിണറായി പ്രശ്നം വെച്ചാൽ പിണറായി ആരും ചോദ്യം ചെയ്യാൻ പാടില്ലായിരുന്നല്ലോ. പിണറായി എഴുന്നേറ്റ് എന്ത് പറഞ്ഞാലും ചോദ്യമില്ല. ഇതങ്ങനെയല്ലല്ലോ. ഇവരൊരു പരസ്പര സഹകരണത്തോടെ പോട്ടെ. മന്ത്രി തുടക്കക്കാരനാണ്, ആദ്യമായിട്ട് MLA മന്ത്രിയായ ഒരാളാണ്. അങ്ങനെ വരുമ്പോൾ ഈ മേഖലയെക്കുറിച്ച് നല്ലതായ ആധികാരിയെ പറയാൻ കഴിവുള്ള ഷിബു ബേബിയോൺ അതിൽ ഇടപെട്ടതിൽ ആർക്കും കുറ്റം പറയാനൊന്നും കഴിയില്ല. ഇത് ഒരാൾക്ക് വേണ്ടി മാത്രം അങ്ങനെ വെച്ചിട്ടുള്ള സാധനമൊന്നും അല്ലല്ലോ. അറിയാവുന്നവർക്കൊക്കെ പറഞ്ഞു. നിയമസഭ അതാണ്. ഇതാണ് നമ്മൾ ആദ്യമേ പറഞ്ഞത്. എങ്ങനെ പോയാലും എതിലെവിടെ പോയാലും കറങ്ങിത്തിരിഞ്ഞ് ഇവരുടെ നെഞ്ചത്തോട്ടാ അടി. അതാര് സംസാരിച്ചാലും
ഇപ്പം ഒരു മന്ത്രി സംസാരിക്കുമ്പോൾ മറ്റൊരു മന്ത്രി ഇടപെടുന്നത് ആ മന്ത്രിക്ക് അതിൽ എന്തെങ്കിലുമൊക്കെ ഒരു അറിവുള്ളതുകൊണ്ടായിരിക്കും, അയാളുടെ വകുപ്പോ അല്ലായിരിക്കും. പിന്നെ പക്ഷേ അതിനെ എതിരെ ഇതൊരു വലിയ എന്തോ ഒരു വലിയ സംഭവമാക്കി ചിത്രീകരിക്കേണ്ട കാര്യം വിഷയം എന്താണെന്ന് വെച്ചാൽ പ്രതിപക്ഷമാണ്. നമ്മൾ പലപ്പോഴും പറയാറുള്ളത് എന്തെങ്കിലും പറയണ്ടേ, പറയാൻ വേറെ വിഷയമില്ല, നോക്കിക്കൊണ്ടിരിക്കണം എന്തെങ്കിലും കിട്ടുമോ എന്നുള്ളത്. വേറെ ആർക്കും കണ്ടുപിടിക്കാനും അറിഞ്ഞുകൂടാ. അപ്പോൾ പെട്ടെന്ന് നോക്കിയപ്പോൾ അങ്ങനെയാണ് ഷിബു ബേബി ഇടപെട്ട് മറ്റൊരാളെ തിരുത്തുകയാണ്, എന്നാൽ ഞാൻ ഇപ്പോൾ ഇടപെട്ടേക്കാന്ന് പറഞ്ഞ് ചാടി വീണതാണ്. വെറുതെ വഴിയെ പോയ പണി കിട്ടി. അത് മാത്രമല്ല, വി ഡി സതീശനും കഴിഞ്ഞ ദിവസമൊക്കെ ഇദ്ദേഹത്തിനിട്ട് കണക്കിന് കൊടുക്കുന്നുണ്ടായിരുന്നു. ഇന്നലെയും എനിക്ക് തോന്നുന്നു മുഖ്യമന്ത്രിയുടെ പിന്നെ വാക്ശരങ്ങളേറ്റ് ഇവിടെ പ്രതിപക്ഷ നേതാവ് താഴെ വീഴുന്നതാണ് നമ്മൾ കണ്ടത്. കാരണം ഇവർക്ക് ഒന്ന് പറഞ്ഞ് കയറാനൊരു മിടുക്കില്ല, അവിടെയാണ്. അല്ല, വളരെ എഴുതി കൊടുക്കണം. എഴുതി കടലാസ് വെച്ചാണല്ലോ വായനയായിരുന്നേൽ അത് ശീലിച്ചുകൊണ്ട് കുഴപ്പമാണ്. നമുക്ക് ആരെങ്കിലും സ്ഥിരം ആരെങ്കിലും എഴുതി കൊടുത്തന്ന് പത്രപ്രവർത്തനം നടത്തുകയാണെങ്കിൽ നമുക്ക് ഇതേ അവസ്ഥ തന്നെ വരും. സ്വന്തമായിട്ട് പറയാനോ എഴുതാനോ കഴിഞ്ഞില്ലെങ്കിൽ പത്രപ്രവർത്തനം നല്ലവരാൾക്ക് വിജയിക്കാൻ കഴിയില്ലല്ലോ, അത്രേ ഉള്ളൂ. ഈ UDF സർക്കാരിൻ്റെ കൂടെയുള്ള MLA-മാർ വലിയ സപ്പോർട്ടാണ് ഈ മന്ത്രിമാർക്ക് അവിടെ കൊടുക്കുന്നത്. മാത്രമല്ല, ഓരോ വിഷയത്തിലും ഇവർ ചർച്ച ചെയ്യുമ്പോൾ ആ വിഷയത്തിലേക്ക് അവർ കടക്കാറേ ഇല്ല. നമ്മൾ ശ്രദ്ധിച്ചറിയാം, അവരവസാനമെങ്ങാനും വന്ന ആ വിഷയത്തെക്കുറിച്ച് ഒന്നോ രണ്ടോ വാക്ക് പറയുമെന്നുള്ളതല്ലാതെ ഈ 10 വർഷത്തെ കലിപ്പുകൾ മുഴുവൻ ഇപ്പോഴും അവർ തീർത്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, CR മഹേഷ്, ഈ അതുപോലെ തന്നെ ഇവരുടെ ബെഞ്ചിൽ രമേശ് പിഷാരടി, അബിൻ വർക്കി, ഇവരെല്ലാവരും കയറി, മാത്യു കൊഴുനാടൻ, ഈ ജ്യോതികുമാർ ജാമക്കാല, അങ്ങനെ നമുക്കറിയാം ഇവരൊക്കെ ചാനൽ ചർച്ചകളിൽ വന്നിരുന്ന് അവരുടെ കഴിവുകൾ തെളിയിച്ചിട്ടുള്ള ആളാണ്. കാരണം അവർ വിഷയങ്ങൾ പഠിച്ച് ആ വിഷയങ്ങളെ പൊതുജനത്തിന് മനസ്സിലാകുന്ന ഭാഷയിൽ അവതരിപ്പിക്കാൻ കഴിവുള്ളവർ. പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ പല നേതാക്കന്മാരായത് അവരെ പൊതുയോഗങ്ങളുടെ പ്രസംഗമാണ്. ഇന്ന് അത്രയും നേരത്തെ പ്രസംഗമൊന്നും ആരും കേട്ടുകൊണ്ടിരിക്കില്ല. പണ്ട് MVR, പിന്നെ അതുപോലെ കോൺഗ്രസ്സിലെ തന്നെ പീതാംബരക്കുറുപ്പ്, ഇവരൊക്കെ മണിക്കൂറോളം പ്രസംഗിക്കുമായിരുന്നു. അത് കേൾക്കാൻ ആളും വരുമായിരുന്നു. പക്ഷേ ഇനി അങ്ങനെ യോഗം വെച്ചാൽ ആരും പറ്റില്ല. കാരണം ആളൊക്കെ വേണ്ടത് ചാനൽ ചർച്ചയാണ്. ചാനൽ ചർച്ചയിൽ രാഷ്ട്രീയ പൊതുവെ ഒരാൾ ഏകപക്ഷീയമായി പ്രസംഗിക്കുകയാണ്, ആൾ കൈയടിക്കും അല്ലെങ്കിൽ കൂപ്പിളിക്കുന്നേ ഉള്ളൂ. ഇത് നേരെ തിരിച്ചാണ്. ചാനൽ ചർച്ചയാകുമ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അവർ അറിയാനുള്ള കാര്യങ്ങളും ഏറ്റുമുട്ടി പ്രയോഗിക്കാനൊക്കെ നല്ല ഏറ്റവും നല്ല അവസരമാണ് അവർക്ക് അതിലൂടെ ലഭിക്കുന്നത്. ഈ പിണറായി വിജയൻ്റെ ഒരു പ്രശ്നം എന്താണെന്നറിയോ, ഓരോ ദിവസവും ഈ പണി മേടിച്ച് ഈ അണ്ണാക്കിൽ കിട്ടി എന്ന് പറയുമല്ലോ, അണ്ണാക്കിൽ കിട്ടി കലിച്ച് അങ്ങ് മൂട് അങ്ങേ അറ്റം പോയി ആകപ്പാടെ ദേഷ്യവും സങ്കടമൊക്കെ ആയിട്ട് ഇരിക്കുമ്പോഴാണ്, ഈ പല്ലുമെല്ലാം ഞറമിയിരിക്കുമ്പോഴാണ് കഴിഞ്ഞ ദിവസത്തെ പോലെ ഒരു പൊട്ടിത്തെറി തെറിക്കും. പക്ഷെ ഇപ്പോൾ പുള്ളി അങ്ങനെ പൊട്ടിത്തെറിച്ചുകൊണ്ട് ഒരു ഗുണവും, അത് പൊട്ടിത്തെറിച്ച ആൾ ചിരിക്കും, അത്രേ ഉള്ളൂ. എല്ലാവരും ഇത് കണ്ടുകൊണ്ട് സന്തോഷിക്കുകയാണ്. കാരണം ഇയാൾ പൊട്ടിത്തെറിച്ച്, ഇയാൾക്ക് നിക്കക്കള്ളി ഇല്ല, അയാൾ പൊട്ടിത്തെറിക്കുന്ന കണ്ടുകൊണ്ട് സന്തോഷിക്കും. ഒരു കണക്കിന് നല്ലതാണ് പുള്ളി ജയിച്ച് അവിടെ തന്നെ വന്നിരിക്കുന്നത്, കസേരയിൽ ഇരുന്നത് അനുഭവിച്ചിട്ട് പോകേണ്ടതാണല്ലോ. തന്നാൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ, അദ്ദേഹം വലിയ ദൈവവിശ്വാസമാണ്, അദ്ദേഹം കുടുംബം കടുത്ത വിശ്വാസികളാണ്. അപ്പോൾ അത് വീട്ടിൽ ചെന്ന് ഭഗവത്ഗീതയൊക്കെ എടുത്ത് വായിക്കുമ്പോൾ അദ്ദേഹത്തിന് മനസ്സിലാവും കർമ്മഫലമാണ് അദ്ദേഹം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഒരു ദിവസം സജീന്ദ്രനാണെങ്കിൽ അടുത്ത ദിവസം ഷിബു ബേബിയും, അതിനടുത്ത ദിവസം ഷംസുദ്ദീൻ, അതിനടുത്ത ദിവസം PK ബഷീർ, ഇതാരും ഇല്ലെങ്കിൽ അവസാനം VD സതീശൻ, എല്ലാവരും കൂടെ ചേർന്ന് ഈ പാവങ്ങളെ കൊല്ലാക്കൊല ചെയ്യുന്ന കാണുമ്പോൾ നമുക്ക് ഒരു സങ്കടം തോന്നും. ചവിട്ടിക്കൂട്ടാണ് ശരിക്കും, നിലം തൊടിയിക്കുന്നില്ല. അപ്പോൾ ഇത് കാണുമ്പോൾ നമുക്ക് വലിയ സങ്കടമുണ്ട്, വലിയ സഹതാപവുമുണ്ട്. എന്ന് പാവം പിണറായി വിജയൻ ഒറ്റയ്ക്ക് ഇത് എങ്ങോട്ട് കൊണ്ടുപോകാനാ? കൂടെ നിൽക്കുന്ന ഒരെണ്ണത്തിനും വിഷയം എന്താണെന്നോ സംസാരിക്കാനോ അറിയില്ല. ആകെപ്പാടെയുള്ള 2-3 നേതാക്കൾ, ഒന്ന് KN ബാലഗോപാലോ സജി ചെറിയാനും ഒക്കെയാണ്. സജി ചെറിയാൻ കുന്തവും കുടച്ചക്രവും അല്ലാതെ മറ്റൊന്നും അറിയില്ല. KN ബാലഗോപാലിന് നേരെ സാമ്പത്തിക ശാസ്ത്രം അറിയത്തില്ല. അതെടുത്ത് അപ്പോഴേ തിരിച്ച്, അതെ, ഇവരെല്ലാം വലിയ വലിയ പാർട്ടികളായിരുന്നു. എന്താണെങ്കിലും നല്ല ഒന്നാന്തരമായിട്ടാണ് കൊടുക്കുന്നത്. കൊടുത്ത് ഇവരെ ഒരു വഴിക്കാക്കി. ഇനി ഇവർ നിയമസഭയിൽ കയറാത്ത പരുവത്തിലേക്ക് അവസാനം കോട്ടപ്പള്ളി പറയുന്ന പോലെ എന്നോട് രാഷ്ട്രീയം പറയരുതെന്ന് പറയത്തില്ലേ, അവൻ എന്നെ നോക്കി ചിരിക്കാൻ പാടില്ല എന്ന് പറയുന്ന അവസ്ഥയിലാകും. ഞങ്ങളവിടെ വരും, ഞങ്ങളെ ഒന്നും പറയാൻ പാടില്ല, എങ്കിൽ മാത്രമേ ഞങ്ങൾ PK ബഷീർ, സജീന്ദ്രൻ ഇവരൊന്നും മിണ്ടാൻ പാടില്ല. ഇവരൊക്കെ വന്നെങ്കിൽ മാത്രമേ, ഇവരൊക്കെ മിണ്ടായിരുന്നേ മാത്രമേ ഞാൻ സഭയിലേക്ക് വരൂ എന്നുള്ളൊരു അവസ്ഥയിലേക്ക് പിണറായി വിജയൻ പോകുന്ന കാലം വിദൂരമല്ല.